ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്യു ചാനൽ. മെയ് 1 പാട്രിയോട്ട് റിലീസ് ആവുകയാണ്. നമ്മളെ രണ്ട് ബിഗ് എംഎസ് മോഹൻലാലും മമ്മൂക്കയും വരുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രം. മഹേഷ് നാരായണനാണ് സംവിധാനം. അതിൻ്റെ ഒരു പ്രീ റിലീസ് ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിലെങ്കിലും ആ ഹൈപ്പ് ഒന്ന് ക്രിയേറ്റ് ആവുകയില്ലോ എന്നൊന്ന് നമുക്ക് നോക്കാം. വാ, നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്. രാജ്യം വിട്ടുപോകാൻ ഡാനിയലിനെ സഹായിച്ചു. അയാളെ തിരിച്ചെത്തിക്കാനും he will be the king. என்னோட டர்ன்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர் സമാജ് സേവ, the social evaluator. ഈ പ്രോഗ്രാം അവരെ ഫൈറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലാലേട്ടൻ ലിഫ്റ്റിൽ അടിക്കുന്നത്, മമ്മൂക്ക അടിക്കുന്നത്, ഫൈറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേരെ വിളിച്ചുകൊണ്ട് പോസ്റ്റാണ്. മഹേഷ് നാരായണൻ ഫിലിം. പ്രീ റിലീസ് ടീസർ നന്നായിട്ടുണ്ട്. മോഹൻലാൽ മമ്മൂക്ക രണ്ടുപേരും കൂടുതൽ കേന്ദ്ര കഥാപാത്രങ്ങളായി പ്രതിനിധീകരിച്ചാണ് ഈ ഒരു ടീസർ അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു മാസ് സീൻസുകളും അവരുടെ ആ ഡയലോഗുകളും അവരുടെ ആ സ്ക്രീൻ ഷെയറിങ്ങും എല്ലാം ഒക്കെ ആയിട്ടാണ് ഈ ടീസർ വന്നിട്ടുള്ളത്. ഈ ടീസർ അത്യാവശ്യം ഒരു നല്ലൊരു ടീസർ തന്നെയാണ്, കൊള്ളാം. ആ ബിഗ് എംഎസിനെ ഒരുമിച്ച് കണ്ടപ്പോൾ ആ ഒരു ഫീൽ ആൻഡ് ഓറ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഹൈപ്പ് ചെറുതായിട്ടൊന്ന് ക്രിയേറ്റ് ആയി സത്യം പറഞ്ഞാൽ. ബട്ട് എന്നിരുന്നാലും ഈ സിനിമ ഇത്ര ഹൈപ്പിൽ ഇറങ്ങേണ്ട സിനിമ അല്ല. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടന്മാരിലെ രണ്ട് ബിഗ് എംഎസിനെ മമ്മൂക്ക മോഹൻലാൽ രണ്ടുപേരെ കിട്ടുമ്പോൾ അത്രയും ഒരു ടാർഗറ്റഡ് ആയിട്ട് വരുന്ന ഒരു സിനിമയെ, ബഡ്ജറ്റിൽ വരുന്ന സിനിമയെ ഇത്ര ചീപ്പ് പ്രൊമോഷൻസിൽ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഇനിയും ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പടമായിരുന്നു. ബട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്ത, അല്ലെങ്കിൽ എന്താണ് അതിന് കാരണമെന്ന് ഇതുവരെയും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് മനസ്സിലാവുന്നില്ല എന്താണ്. അങ്ങനെ ഇപ്പോൾ ഇറങ്ങിയ പ്രീ റിലീസ് ടീസർ നന്നായിട്ടുണ്ട്. ലാലേട്ടനെയും മമ്മൂക്കയും രണ്ടുപേരെയും ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടാണ് അവർ റിലീസ് ചെയ്ത്. അത് നന്നായിട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, പ്രേക്ഷകരെ അല്ലെങ്കിൽ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ബട്ട് എന്നിരുന്നാലും ഇതൊക്കെ നേരത്തെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒപ്പീനിയൻ. ഞാൻ ഒരുപാട് പ്രസ് മീറ്റും ഒരുപാട് പരിപാടികളും കാര്യങ്ങളും കൊടുക്കായിരുന്നു. ഇപ്പോൾ കൊടുത്ത പ്രസ് മീറ്റും കാര്യങ്ങളെല്ലാം ആർക്കോ കൊടുത്ത് ഒരു ട്രെൻഡിങ്ങോ ഒരു വൈറൽ അല്ലെങ്കിൽ ഒന്നും ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് ആ എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോ ഒക്കെ. അപ്പോൾ ഈ ഒരു ടീസർ നന്നായിട്ടുണ്ട്, സിനിമ കാണാനുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മമ്മൂക്ക ലാലേട്ടൻ്റെ പെർഫോമൻസ് ഷുവർട്ടി കൊടുക്കുന്നുണ്ട്. ആൻഡ് അവരുടെ രണ്ടുപേരും തമ്മിലുള്ള ഒരു സ്ക്രീൻ ഷെയറിങ് നന്നായിട്ട് വരുമെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് മൊത്തത്തിൽ പടം ഒരു നല്ലൊരു പടം വരുമെന്ന് സാധ്യതയും വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് എന്താ പറയുക, ഈ ഒരു ഹൈപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കുറവാണ്. ബട്ട് ചിലപ്പോൾ ഹെവി പോസിറ്റീവ് റെസ്പോൺസും കാര്യങ്ങളും വരുമെങ്കിൽ അറിയാമല്ലോ, ബിഗ് എംഎസ് ആണ്, ലാലേട്ടനാണ്, മമ്മൂക്കയാണ്. നമ്മൾ തീർച്ചയായിട്ടും കത്തിക്കും, നമ്മൾ കത്തിച്ചിട്ടേ പോവും.